ഇന്ന് സ്മാരകം വേണ്ട സ്മരണ മതി. സ്മാരകം വേണ്ട സ്മരണ മതി. രചന അവതരണം OK ശൈലജ ടീച്ചർ, കോഴിക്കോട്. സ്മാരകങ്ങൾ സ്മാരക ശിലകളാകണോ? സ്മരണകൾ സൽക്കർമ്മങ്ങളാകണോ? ദിവസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ പ്രശസ്ത നടൻ ശ്രീ സലിം കുമാറിന് 1 കോടി രൂപ ചെലവിൽ സ്മാരകം പണിയാൻ സർക്കാർ തീരുമാനിച്ച വാർത്ത നമ്മൾ കണ്ടു. ഒരു കലാകാരനെ രാഷ്ട്രം ആദരിക്കുന്നത് തീർച്ചയായും അഭിനന്ദനാർഹം തന്നെ. പക്ഷേ ഈ ആദരവ് എങ്ങനെ വേണം എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. കല്ലിലും സിമന്റിലും തീർത്ത സ്മാരകങ്ങളാണോ, അതോ ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് അർത്ഥപൂർണമാകുന്ന സ്മരണകളാണോ അദ്ദേഹത്തിന് ചേരുന്നത്? നിങ്ങൾ ചിന്തിക്കൂ. സലിം കുമാർ എന്ന ജനഹൃദയങ്ങളിലെ അമരൻ. സലിം കുമാർ വെറുമൊരു ഹാസ്യ നടൻ ആയിരുന്നില്ല. പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, തെങ്കാശിപ്പട്ടണം എന്നീ ചിത്രങ്ങളിലൂടെ സാധാരണക്കാരന്റെ വേദനയും കണ്ണീരും ചിരിയും വെള്ളിത്തിരയിൽ എത്തിച്ചു. അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം നേടിയപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇത് എന്റെ അച്ഛന്മാരുടെ അവാർഡാണ് എന്നാണ്. നിരാലംബരുടെ, തൊഴിലാളികളുടെ, പാവപ്പെട്ടവന്റെ പ്രതിനിധിയായിരുന്നു സലിം കുമാർ. അദ്ദേഹത്തിന്റെ കല ജീവിത ഗന്ധിയായിരുന്നു. 1 കോടി രൂപ ഒരു ചെറിയ തുകയല്ല. ഈ തുക കൊണ്ട് ഒരു സ്മാരക മണ്ഡപം പണിയാം, വർഷത്തിലൊരിക്കൽ മാലയിടാം, പുഷ്പാർച്ചന നടത്താം. പൊടി പിടിച്ച് കിടക്കുന്ന ഒരു കെട്ടിടം കൂടി നമുക്ക് കിട്ടും. അതെ, 1 കോടി രൂപ കൊണ്ട് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാം? നമുക്ക് നോക്കിക്കൂടെ? സലിം കുമാർ ചികിത്സാ സഹായ നിധി 50 ലക്ഷം, 100 നിർധന രോഗികൾക്ക് 50,000 രൂപ വീതം. സലിം കുമാർ ഭവന പദ്ധതി 40 ലക്ഷം, 8 കുടുംബങ്ങൾക്ക് 5 ലക്ഷം വീതം വീട്. അവശ കലാകാരന്മാർക്ക് ക്ഷേമ പെൻഷൻ 10 ലക്ഷം, 20 പ്രായമായ അവശ കലാകാരന്മാർക്ക് 1 വർഷം. ഇത് കണക്കാണ്. കണക്കിനപ്പുറം ഇതിൽ മനുഷ്യത്വമുണ്ട്. ഒരു നിർധന കാൻസർ രോഗി ചികിത്സ കിട്ടി ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ, ഒരു കൂരയിൽ മഴ നനഞ്ഞു കിടന്ന കുടുംബം സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങുമ്പോൾ അവിടെ സലിം കുമാർ ജീവിക്കും. അത് കല്ലിലെ പേരിനേക്കാൾ മാനവികതയുള്ളതാണ്, മഹത്വമുള്ളതാണ്. സ്മാരക സംസ്കാരം പുനഃപരിശോധിക്കണം. കേരള സ്മാരകങ്ങളുടെ നാടായി മാറുകയാണ്. ഓരോ മഹാനും ഒരു മണ്ഡപം. പക്ഷേ ആ മഹാന്മാർ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ ആശയങ്ങൾ നമ്മൾ മറക്കുന്നു. സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പേരിൽ സ്മാരകം വേണ്ട, എന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. സലിം കുമാർ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്താഗ്രഹിക്കുമായിരുന്നു? വലിയൊരു കെട്ടിടമോ, അതോ തന്റെ പേര് കേൾക്കുമ്പോൾ ഒരു പാവപ്പെട്ടവന്റെ കണ്ണ് നനയുന്നതോ? സാധാരണക്കാരനായി ജീവിച്ച, നിലപാടുകളിൽ ഉറച്ചു നിന്ന ആ മനുഷ്യസ്നേഹിയുടെ ആശയങ്ങളെ നമ്മൾ തന്നെ മുറിവേൽപ്പിക്കുകയല്ലേ ഇത്തരം സ്മാരകങ്ങളിലൂടെ? എന്താണ് ശരിയായ ആദരവ്? ഒരു കലാകാരനുള്ള ഏറ്റവും വലിയ ആദരം അയാളുടെ മൂല്യങ്ങൾ നിലനിർത്തുക എന്നതാണ്. സലിം കുമാർ സാധാരണക്കാരനൊപ്പം നിന്നു, ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നാമത്തിൽ ഒരു സലിം കുമാർ ഫൗണ്ടേഷൻ ഉണ്ടാക്കുക, നാടക സിനിമാ രംഗത്തെ നിർധന കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുക, പഠിക്കാൻ പണമില്ലാത്ത കലാകാരന്മാരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുക, അർബുദ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുക. അങ്ങനെയാകുമ്പോൾ സലിം കുമാർ മരിക്കില്ല. ഓരോ വർഷവും 100 കണക്കിന് ജീവിതങ്ങളിലൂടെ അദ്ദേഹം വീണ്ടും ജനിക്കും. അതാണ് യഥാർത്ഥ സ്മാരകം, ജീവനുള്ള സ്മാരകം. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു. പക്ഷേ ആ 1 കോടി രൂപ സിമന്റിൽ കലർത്താതെ
മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ ഉപയോഗിച്ചെങ്കിൽ സലീം കുമാർ സ്വർഗത്തിലിരുന്ന് അഭിമാനത്തോടെ ചിരിക്കും, സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കും. കാരണം അദ്ദേഹം അങ്ങനെയായിരുന്നു, കരയുന്നവരെ ചിരിപ്പിച്ചവൻ. സ്മാരകം വേണ്ട, സ്മരണ മതി. കല്ലിൽ അല്ല, കരളിൽ കൊത്തിയ സ്മരണ. അത് എക്കാലവും നിലനിൽക്കും, ജീവിക്കുന്ന സ്മാരകങ്ങളായി, മരണാനന്തര ബഹുമതിയായി. കവിത